മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 61-ാമത്തെ ദശകത്തിൽ 5ഉം 6ഉം ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 5-ാമത്തെ ശ്ലോകം. നിവേദയത്വം ഗൃഹിണീജനായ മം ദിശേയുരന്നം കരുണാകുലാ ഇമാ ഇതി സ്മിതാർദ്രം ഭവതേരിതാ ഗതാസ്തേ താരകാ താരജനം ജയാചിതേ. അപ്പോൾ തിരിച്ചു വന്നു, ഭഗവാനോട് ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവർ ഒന്നും മിണ്ടിയില്ല, കേൾക്കാത്ത മട്ടിരിക്കുകയാണ് ചെയ്തത് എന്ന് ആ തങ്ങളുടെ വിഷമം കൃഷ്ണനോട് പറഞ്ഞു. കൃഷ്ണനാണല്ലോ ഇവരെയൊക്കെ കാര്യങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കാനുള്ള ആൾ. അപ്പോൾ കൃഷ്ണനോട് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത് എന്നുള്ളതായിട്ടുള്ള വിവരം പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ മറുപടി പറയുകയാണ്. നിവേദയധ്വം ഗൃഹിണീജനായ മാം ഗൃഹിണീജനായ നിവേദയധ്വം, എന്നെക്കുറിച്ച് ഗൃഹിണീജനങ്ങളോട്, അവരുടെ ഭാര്യമാരുണ്ടാവും അവിടെ, അവരോട് പറയൂ, അവരോട് എന്നെക്കുറിച്ച് അറിയിക്കൂ. നിവേദയധ്വം, നിങ്ങൾ അറിയിക്കുവിൻ. മധ്യമപുരുഷൻ ബഹുവചനാണ്, അപ്പോൾ കുട്ടികളോടൊക്കെ കൂടിയിട്ടാണല്ലോ പറയണത്. നിങ്ങൾ അറിയിക്കുവിൻ, നിവേദയധ്വം അറിയിക്കുവിൻ. ആരെ? മാം, എന്നെക്കുറിച്ച് അറിയിക്കുവിൻ. ആരോടാണ് പറയേണ്ടത്? ഗൃഹിണീജനായ, അവരുടെ പത്നിമാരോട്. അവരുടെ പത്നിമാരോടാണ് അറിയിക്കേണ്ടത്. ഈ ബ്രാഹ്മണർ, അവർക്ക് ഭക്തിനെ കുറിച്ചുള്ള വിചാരമൊന്നുമില്ല. അവർ വേദം ചൊല്ലിയും കൊണ്ട് ഇങ്ങനെ ഇരിക്കും എന്നുള്ളതല്ലാണ്ട് അവർക്ക് ഭക്തിയൊന്നും ഉള്ളവരല്ല. അവർക്ക് ഇതൊന്നും അറിയില്ല. ആ സ്ത്രീകളോട് ചെന്ന് ചോദിച്ചോളൂ. കരുണാകുല ദിശേയുഹു അന്നം ദിശേയുഹു, അവർ ചോറ് തരാണ്ടിരിക്കില്ല. അന്നം ദിശേയുഹു, അവർ ചോറ് തരും. ദിശേയുഹു, നൽകും. അവർ അന്നത്തെ നൽകും, ഭക്ഷണം നൽകിയവർ. കരുണാകുല ഇമാഹ, ഇവർ, അതായത് ആ സ്ത്രീകൾ, അവരുടെ ഭാര്യമാരൊക്കെ കരുണാകുലാഹ, അവർക്കൊക്കെ നല്ലോണം കാരുണ്യമുള്ളവരാണ്. ആ ബ്രാഹ്മണന്മാരങ്ങനെയൊന്നും ചെയ്തില്ല എന്ന് വിചാരിച്ച് കണക്കാക്കണ്ട. അവിടെ ചെന്ന് പത്നികളോട് ചോദിച്ചോളൂ. എന്നെ പറ്റി പറഞ്ഞ് പത്നികളോട് ചോദിച്ചാൽ മതി. എൻ്റെ പേരും പറഞ്ഞ് പത്നികളോട് ചോദിച്ചോളൂ. അവർ തീർച്ചയായിട്ടും ചോറ് തരും. അവർക്ക് നല്ല കരുണയുള്ളവരാണ്. നിങ്ങളോടൊക്കെ പറഞ്ഞ് വേണം, വിശക്കണുണ്ട് എന്ന് പറയുമ്പോൾ അവർ ചോറ് തരാണ്ടിരിക്കില്ല. അവരോട് ചെന്ന് ചോദിച്ചോളൂ എന്ന് പറയാം. ഞാൻ പറഞ്ഞതായിട്ട് പറഞ്ഞോളൂ അവിടെ ചെന്നിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതി എന്നിങ്ങനെ സ്മിതാർദ്രം, മന്ദഹാസത്തോടുകൂടി, അതായത് മന്ദഹാസത്തോടുകൂടി ആർദ്രമായിട്ട്, അത് ചുണ്ടിയെടുത്തിട്ടൊന്നുമല്ല, വളരെ ഇതായിട്ടാണ്, ആർദ്രമായിട്ട് സ്നേഹത്തോടു കൂടിയിട്ട് പറഞ്ഞു. സ്മിതാർദ്രം, പുഞ്ചിരിച്ചുകൊണ്ട് സ്നേഹത്തോടു കൂടിയിട്ട് അവർ ഇതി ഇപ്രകാരം ഭവതാ ഈരിതാഹ, ഭവതാ അങ്ങയാൽ, ഭവാൻ എന്നുള്ളതിൻ്റെ തൃതീയ, ഭവതാ ഈരിതാഹ, അങ്ങയാൽ, ഈരിതാഹ പറയപ്പെട്ടതായിട്ട്, ഈരിതാഹ പറയപ്പെട്ടവർ, ഗതാഹ അവർ പോയി. ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ ഗൃഹിണീജനങ്ങളോട് പറഞ്ഞോളൂ, അവർക്ക് നല്ല കാരുണ്യമുള്ളവരാണ്, അവർ അന്നം തരും എന്ന് വളരെ മന്ദഹാസത്തോടു കൂടി പറഞ്ഞപ്പോൾ അവർ പോയി. ഇതി ഭവതാ ഈരിതാഹ, അങ്ങയാൽ ഇപ്രകാരം പറയപ്പെട്ട് ഗതാഹ പോയതായ അവർ, തേ ഗതാസ്തേ, ഗതാഹ തേ എന്ന് പദം മുറിക്കുക. തേ ദാരകാഹ, ആ കുട്ടികൾ, ഇപ്രകാരം അങ്ങയാൽ പറയപ്പെട്ട് പോയതായ ആ ഗോപാലന്മാർ ദാരജനം യയാചരേ, ദാരജനത്തോട് യാചിച്ചു. ദാരജനം എന്ന് പറഞ്ഞാൽ ഭാര്യ, ദാരാഹ എന്നുള്ളത് ഭാര്യ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ആ ദാരജനം എന്ന് പറയുമ്പോൾ ഭാര്യാജനങ്ങളോട് പലരും ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ ഭാര്യമാരായിട്ടുള്ള ആ സ്ത്രീകളോട്, ബ്രാഹ്മണ സ്ത്രീകളോട് അവർ പോയി ചോദിച്ചു. ഭഗവാൻ പറഞ്ഞതനുസരിച്ച്, കൃഷ്ണൻ പറഞ്ഞതനുസരിച്ച് അവർ പോയിട്ട് ഭഗവാന്റെ പേരും പറഞ്ഞു, കൃഷ്ണൻ്റെ പേരും പറഞ്ഞു. അവിടെ ചെന്നിട്ട് ദാരജനങ്ങളോട്, ബ്രാഹ്മണ പത്നിമാരോട്, ഈ ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്, ഭക്ഷണം എന്തെങ്കിലും തരണം, അവിടെ കൃഷ്ണൻ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതായിട്ടുള്ള വിവരം ആ സ്ത്രീജനങ്ങളോട് പറഞ്ഞു എന്നാണ്. നിവേദയത്വം ഗൃഹിണീജനായ മാം, ആ നിങ്ങൾ ഗൃഹിണീജനങ്ങളോട്, അവരുടെ പത്നിമാരോട്, മാം നിവേദയത്വം, എന്നെക്കുറിച്ച് പറയൂ, ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ള വിവരം അറിയിക്കൂ. ദിശേയുഹു അന്നം, ആ കാര്യം പറഞ്ഞാൽ അവർ ഭക്ഷണമൊക്കെ തരും. കരുണാകുല ഇമാഹ, അവർക്ക് നല്ല കാരുണ്യമുള്ളവരാണ്, ദയുള്ളവരാണ് അവർ. ഇതി എന്നിങ്ങനെ സ്മിതാർദ്രം, സ്മിതത്തോടുകൂടി, മന്ദസ്മിതത്തോടുകൂടി, സ്നേഹത്തോടുകൂടി പറയപ്പെട്ടതായ ഭവതാ ഈരിതാഹ,
അങ്ങയാൽ പറയപ്പെട്ടതായി ഗതാഹ തേ പോയതായ അവർ വീണ്ടും തിരിച്ചുപോയി. ഗതാഹ തേ ധാരകാഹ തേ ധാരകാഹ ആ കുട്ടികൾ ധാരജനം യയാചരേ ആ പത്നിമാരോട് ബ്രാഹ്മണ പത്നിമാരോട് യാചിച്ചു എന്നാണ്. ഗൃഹീതനാംനി ത്വയി സംഭ്രമാകുലാശ്ചതുർവിധം ഭോജ്യരസം പ്രഗൃഹ്യതാ ചിരം ധൃതത്വത്പ്രവിലോകനാഗ്രഹ സ്വകൈർനിരുദ്ധ അഭി തൂർണമായയോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ സംഗതിയൊക്കെ മാറി. ബ്രാഹ്മണരുടെ മാതിരിയൊന്നും ആയിരുന്നില്ല ബ്രാഹ്മണ സ്ത്രീകളുടെ പ്രവൃത്തി എന്നാണ്. ഗൃഹീതനാംനി ത്വയി അങ്ങയുടെ പേര് അങ്ങോട്ട് പറഞ്ഞപ്പോഴേക്കും ത്വയി ഗൃഹീതനാംനി അങ്ങയുടെ പേര് ഗ്രഹിക്കപ്പെട്ടപ്പോൾ, അത് പറയപ്പെട്ടപ്പോൾ, അത് അവർ കേട്ടപ്പോഴേക്കും കൃഷ്ണൻ വന്നിട്ടുണ്ട് എന്ന കൃഷ്ണനാണ് അവിടെ കാത്തു നിൽക്കണത്, കൃഷ്ണനാണ് ഞങ്ങളെ പറഞ്ഞയച്ചത് എന്നൊക്കെ അങ്ങയുടെ പേര് അങ്ങോട്ട് പറഞ്ഞപ്പോഴേക്കും ഗൃഹീതനാംനി ത്വയി അങ്ങയുടെ പേര് പറയപ്പെട്ടപ്പോഴേക്കും സംഭ്രമാകുലാഹ ഇവർക്കൊക്കെ സംഭ്രമായി. അതായത് ഇനി എന്തൊക്കെയാ വേണ്ടതെന്ന് നിശ്ചയില്ലാതെ കണ്ടായി. സന്തോഷം കൊണ്ട് സംഭ്രമാകുലാഹ സംഭ്രമത്തോടുകൂടി ആകുലരായി തീർന്ന അവരെ എന്തൊക്കെയാ വേണ്ടത് നിശ്ചയില്ലാതെ കണ്ടുള്ള ഒരു അവസ്ഥ പ്രാപിച്ചതായിട്ടുള്ള അവർ ചതുർവിധം ഭോജ്യരസം പ്രഗൃഹ്യ താഹ ചതുർവിധം ഭോജ്യരസം ചതുർവിധമായിട്ടുള്ള 4 കൂട്ടം കറികളൊക്കെ വെച്ചുകൊണ്ട് ചതുർവിധമായിട്ടുള്ള ഭോജ്യരസം 4 തരത്തിലുള്ളതായിട്ടുള്ള കറികളൊക്കെ 4 രസത്തോടു കൂടിയതായിട്ടുള്ള കറികളൊക്കെ വെച്ചുകൊണ്ട് 4 കൂട്ടം കറികളൊക്കെ വെച്ചുകൊണ്ട് ചതുർവിധം ഭോജ്യരസം ഭോജ്യം ഭക്ഷിക്കപ്പെടേണ്ടതായിട്ടുള്ള രസം അതിൻ്റെ ഉപ്പമുളക് എന്നൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളതായിട്ട് ചതുർവിധമായിട്ടുള്ള ഭോജ്യരസത്തെയും സ്വീകരിച്ചുകൊണ്ട് പലവിധത്തിലുള്ളതായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളും എടുത്തുകൊണ്ട് ചതുർവിധമായിട്ടുള്ള ഭോജ്യരസത്തെയും പ്രഗൃഹ്യ കയ്യിലെടുത്തുകൊണ്ട് താഹ അവർ ചിരം ധൃത ത്വൽപ്രവിലോകനാഗ്രഹ അവർക്ക് എങ്ങനെയായിരുന്നു ഇവര് ത്വൽപ്രവിലോകനാഗ്രഹ ത്വൽപ്രവിലോകനം അങ്ങയെ കാണുന്നതിനുള്ളതായിട്ടുള്ള ആഗ്രഹം ചിരം ധൃതമായിട്ടുള്ള വളരെ കാലമായിട്ട് അവര് കൃഷ്ണന്റെ കളികളൊക്കെ കേട്ടിട്ടുണ്ട് ധാരാളമായിട്ട്. അസുരന്മാരെ കൊന്നതായിട്ടും എല്ലാം അവർ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ കാലമായിട്ട് അങ്ങയുടെ ചെയ്തികളൊക്കെ കേട്ടിട്ടുള്ളതായിട്ടുള്ള അവർക്ക് ചിരമായിട്ട് വളരെ കാലമായിട്ട് പ്രവിലോകനാഗ്രഹ ത്വൽപ്രവിലോകനാഗ്രഹ അങ്ങയെ കാണാനുള്ളതായിട്ടുള്ള ആഗ്രഹം അത് വളരെ കാലമായിട്ട് അവർക്കുള്ളതാണ്. വളരെ കാലമായിട്ട് അങ്ങയെ കാണാനുള്ളതായ ആഗ്രഹത്തോടു കൂടിയതായിട്ടുള്ള അവർ സ്വകൈർനിരുദ്ധ അഭി അവര് പുറപ്പെട്ടു. പൂർണ്ണമായ യുഹു വേഗത്തിലവര് ഭഗവാന്റെ അടുത്തേക്ക് എത്തി, കൃഷ്ണന്റെ അടുത്തേക്ക് എത്തി. സ്വകൈഹി നിരുദ്ധാഹി അവരുടെ ഭർത്താക്കന്മാരെ ഇത് കണ്ടപ്പോൾ ഇവർ ഇതൊക്കെ സ്ത്രീകളൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഭാര്യമാരൊക്കെ കൂടി കൃഷ്ണൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് കുട്ടികൾ വരുന്നത് ആരൊക്കെയോ വരുന്നും കണ്ടു, പിന്നെ ആദ്യം വരുന്നും കണ്ടു. ഇത് ഇവർ ചോറും കൂട്ടാനും ഒക്കെ ഉണ്ടാക്കിയിട്ട് പോണു എല്ലാവരും കൂടിയിട്ട്. എല്ലാവരെയും തടഞ്ഞു, അവരൊക്കെ തടഞ്ഞു. പക്ഷേ അങ്ങനെ തടഞ്ഞാലും അവരതൊന്നും കൂട്ടാക്കാതെ കണ്ട് അത്രത്തോളം ശക്തിയായിരുന്നു ഭഗവാനെ കാണാനുള്ളതായിട്ടുള്ള അവരുടെ താല്പര്യം. ആ ശക്തി കൊണ്ട് ആ ഉള്ളിലുള്ളതായിട്ടുള്ള ഭക്തിയുടെ വികാരം കൊണ്ട് അവർ ഈ ഭർത്താക്കന്മാർ തടഞ്ഞിട്ടും അതൊന്നും കൂട്ടാക്കാതെ കണ്ട് അങ്ങോട്ട് ഈ ഭോജ്യരസങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഭക്ഷണ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് അവർ അങ്ങയുടെ സമീപത്തേക്ക് വന്നു എന്നാണ്. ഗൃഹീതനാംനി ത്വയി അങ്ങയുടെ പേര് പറഞ്ഞപ്പോഴേക്കും സംഭ്രമാകുലാഹ താഹ സംഭ്രമവശായതായ ആ ബ്രാഹ്മണപത്നിമാർ ചതുർവിധം ഭോജ്യരസം പ്രഗൃഹ്യ ചതുർവിധമായിട്ടുള്ള ഭോജ്യരസത്തെ ഭുജിക്കാനുള്ളതായിട്ടുള്ള രസത്തോടു കൂടിയതായിട്ടുള്ള വസ്തുക്കൾ ആ ഉപദംശങ്ങളൊക്കെ അതിനെയൊക്കെ സ്വീകരിച്ചുകൊണ്ട് ചിരം ധൃത ത്വൽപ്രവിലോകനാഗ്രഹ വളരെ കാലമായി തങ്ങൾ കൊണ്ടു നടന്നിരുന്നതായിട്ടുള്ള ആ അങ്ങയെ കാണാനുള്ളതായ ആഗ്രഹത്തോടു കൂടിയതായി വളരെ കാലമായി അങ്ങയെ കാണാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നതായിട്ടുള്ള അവർ സ്വകൈർനിരുദ്ധാഹ അപി തങ്ങളുടെ സ്വകൈഹി തങ്ങളുടെ ആളുകളാൽ തങ്ങളുടെ ഭർത്താക്കന്മാരാൽ നിരുദ്ധാഹ അപി തടയപ്പെട്ടിട്ടും തൂർണം ആയയുഹു വളരെ വേഗത്തിൽ വേഗത്തിൽ അങ്ങയുടെ സമീപത്ത് എത്തിച്ചേർന്നു. ആയയുഹു വന്നു അങ്ങയുടെ സമീപത്ത് എത്തിച്ചേർന്നു എന്നാണ്. അവർ തടഞ്ഞു, ഭർത്താക്കന്മാരൊക്കെ തടഞ്ഞു എങ്കിലും അതൊന്നും കൂട്ടാക്കാതെ കണ്ട് അവർ അങ്ങയുടെ സമീപത്തെത്തി ആ ബ്രാഹ്മണ പത്നിമാർ എന്നാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അങ്ങയെ കണ്ടു എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. 2 ശ്ലോകം ഒന്നും കൂടി ചെല്ലാം.
നിവേദയധ്വം ഗൃഹിണീജനായ മം ദിശേയുരന്നം കരുണാകുലാ ഇമാ ഇതി സ്മിതാർദ്രം ഭവതേരിതാ ഗതാസ്തേ ദാരകാ ദാരജനം ജയാചിരേ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ഇരക്കുകന്നം ദ്വിജപത്നിമാരൊടങ്ങവർ ദയാർദ്രർ ദൃഢമേകുമന്നവും ചിരിച്ചു ചൊല്ലീതമങ്ങു കുട്ടികൾ ഇരന്നു ദാരങ്ങളോടങ്ങു ചൊന്നതായി. ഗൃഹീതനാംനി ത്വയി സംഭ്രമാകുലാശ്ചതുർവിധം ഭോജ്യരസം പ്രഗൃഹ്യതാ ചിരം ധൃതത്വൽപ്രവിലോകനാഗ്രഹാ സുഖൈർനിരുദ്ധാ അപി തൂർണമായയു. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ഭവാന്റെ പേരൊന്നതു കേട്ട മാത്രയിൽ പരിഭ്രമിച്ചിട്ടു ചതുർവിധാന്നമായി തടഞ്ഞ ഭർത്താക്കളെ വിട്ടുവന്നവർ ഒരൊറ്റ നോട്ടം തവ നേടുവാനഹോ. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.